ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് തൻ്റെ അനിയത്തിയുടെ മുന്നിൽ മനസ്സ് തുറക്കുക. മറ്റുള്ള വീടുകളെല്ലാം പോലെ നമ്മുടെ വീടും ആകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ടെന്നും പോകാനും വരാനും ബന്ധുക്കളൊക്കെയുള്ള എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു വീടാകണം ഇത് എന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ടെന്ന് സുഭാഷ് നിധിയോട് പറയുക. അതേ ആഗ്രഹം എൻ്റെ അനിയന്മാർക്കും ഉണ്ടെന്ന കാര്യവും പറഞ്ഞു. അതാണ് ഞങ്ങൾക്കുണ്ടായത് അല്ലല്ലോ, ഞങ്ങൾ അനുഭവിച്ചെന്താണെന്ന് മോൾ ഏകദേശമൊക്കെ കണ്ടതല്ലേ എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ ചോദിക്കുക കരഞ്ഞുകൊണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതലും, അതിലൊന്ന് ഇതും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലൊന്നും ഒരു പുതുമയില്ല മോളെ, എത്രയോ തവണ അനുഭവിച്ചിരിക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ സുഭാഷ് പറയുക കേട്ടോ. മോളെ, നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഇത് നടക്കാൻ പോകുന്നില്ല, നടക്കില്ല, വെറുതെ പോയി നാണം കെടുന്നത് മാത്രമാണ് മിച്ചമെന്നും നിധിയോട് സുഭാഷ് പറയുക. എന്തിനാ ഇങ്ങനെ നാണം കെടാൻ പോകുന്നതെന്നും, നീ ഈ വീട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്, അത് തന്നെ വലിയൊരു പുണ്യമാണെന്നും നിധിയോട് സുഭാഷ് പറയുക. മോളെ, ഒരാളും ഈ വീട് ഒരു വീടായിട്ട് കണ്ടിട്ടില്ല, ഇവിടുത്തെ മനുഷ്യരായിട്ട് പോലും കണ്ടിട്ടില്ല എന്നും സുഭാഷ് പറയുവാണ്. ഈ മേയാൻ പോകുന്ന പൈക്കൾ തിരികെ വന്ന് തൊഴുത്തിലേക്ക് കയറുന്നത് പോലെ 4-5 ആളുകൾ വന്ന് കയറുന്ന ഒരിടം, അതിനൊരു വീടായിട്ട് ആദ്യം കണ്ടത് നീയാണെന്ന കാര്യം നിധിയോട് സുഭാഷ് പറയുക. തൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹം കരുതലൊക്കെ ഒരു ഏട്ടൻ എന്നുള്ള ഇതിൽ. അപ്പോൾ അതിന് തന്നെ ഞങ്ങൾ നിന്നോട് എത്രയോ കടപ്പെട്ടിരിക്കുകയാണ് എന്നും നിധിയോട് സുഭാഷ് പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ കാരണം നീ കൂടി അപമാനിക്കപ്പെടുന്നത് ശരിയാണോ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് സങ്കടം വരിക കേട്ടോ. ഞാൻ അവരെ ചീത്ത വിളിച്ചത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരല്ല സുഭാഷ് ഏട്ടാ, ഇതെല്ലാം ചെയ്തതും എടുത്തു ചാടിയതും ഞാനാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോറി സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ, അയ്യോ മോളെ, സോറിയൊന്നും നീ പറയണ്ട, എനിക്ക് നല്ലത് ചെയ്യാനാണെന്ന് നീ നോക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. സ്നേഹത്തോടെ ഒരു ഏട്ടനെ കണ്ട് നീ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നീ എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടിയുണ്ടല്ലോ, എന്താ കുട്ടിയുടെ പേര്? ജ്യോതി. ജ്യോതി. ആ പെൺകുട്ടി ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇപ്പം എന്നെ വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല. ചിലപ്പോൾ ഞാൻ വിളിക്കാത്തത് കൊണ്ടാവുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. അപ്പോൾ സുഭാഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നിധി അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ സുഭാഷ് ഒന്ന് തിരിഞ്ഞു നോക്കി, എൻ്റെ കല്യാണമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഞാൻ ആ കുട്ടിയെ കെട്ടിക്കോളാം എന്ന് സുഭാഷ് നിധിയോട് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുന്ന ആരെ വേണമെങ്കിലും ഞാൻ കെട്ടിക്കോളാമെന്ന് പറയുവാണ്. ഒരിക്കലും ഇനി കഴിഞ്ഞതോർത്ത് ഞാൻ സങ്കടപ്പെടില്ല, എന്താ പോരെ എന്ന് സുഭാഷ് നിധിയോട് പറയാം. ഇനി അതൊന്നും ആലോചിച്ച് നീ സങ്കടപ്പെടാൻ നിൽക്കരുതെന്നും പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ നിധി, ഒരു കുട്ടി എന്നെ വിളിക്കാറുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പോൾ ആ കുട്ടി വിളിക്കാറില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിധി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം. അപ്പോൾ നിധി അകത്ത് കയറി ചെന്നപ്പോൾ ഇവരെല്ലാവരും അങ്ങനെ ഇരിക്കുക. അന്നേരം നിങ്ങളെല്ലാവരും എതിർത്തപ്പോഴും ഞാനല്ലേ ഇറങ്ങി പുറപ്പെട്ടത്, അത് തെറ്റാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്ന് നിധി പറഞ്ഞു കേട്ടോ. സോറി എന്നെല്ലാവരോടും നിധി സോറി പറയാം. അപ്പോൾ ഏട്ടത്തി സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഏട്ടത്തിയോട് ഞങ്ങളല്ലേ സോറി പറയേണ്ടത്, പിന്നെ അവർ ഏട്ടത്തിയെ ചീത്ത വിളിച്ചില്ലേ, അതിലേ ഞങ്ങൾക്കൊരു സങ്കടം ഉള്ളൂ എന്ന് പറഞ്ഞു ഹരീഷ്. അതെ, ഏട്ടത്തി ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും ബുദ്ധിമുട്ടിയതെന്ന് നികേഷ് ചോദിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടിയത് ഓർക്കുമ്പം ഇതൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു. അതെ അതെ അതെ, ഞാൻ എത്ര അടി വാങ്ങി കൂട്ടിയിരിക്കുന്നു എന്ന് നമ്മുടെ സുധീഷ് അന്നേരം കവിളി തലോടിക്കൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ നികേഷിനും ഹരീഷിനും ഭയങ്കര സങ്കടം കേട്ടോ. ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ടെന്നും ഞാൻ അത് പറയാനാ വന്നതെന്നും നിധി ഇവരോട് പറയാം. പിന്നെ അടുത്ത പ്രശ്നം എന്താ? അപ്പോൾ ഈ ജ്യോതിയുടെ കാര്യം പറയാം. ജ്യോതിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞിരിക്കുക. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ വേറൊരു പെൺകുട്ടി അന്വേഷിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചല്ലേന്ന് ചോദിച്ചപ്പോൾ അതെ, അതിൻ്റെ കാരണം സുഭാഷ് ഏട്ടനോട് പറയണ്ടേന്ന് നിധി ഇവരോട് ചോദിച്ചു. അല്ല, നമ്മളൊരു 3-4 പേരെ കണ്ടതിന് ശേഷം ഫിക്സ് ചെയ്യാനാണെന്ന് സുഭാഷ് ഏട്ടനോട് പറഞ്ഞാൽ പോരെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇതെന്താ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏർപ്പാടാണെന്ന് ഹരീഷ് അന്നേരം ചോദിച്ചു സുധീഷിനോട്. അതെ, നേരത്തെ വെച്ച് നല്ലതെടുക്കാൻ ഇത് കച്ചവടമൊന്നും അല്ലല്ലോ എന്നും നിധിയും പറയാം. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം സുനന്ദേച്ചിയുടെ കല്യാണത്തിന് മുന്നേ സുഭാഷേൻ്റെ കല്യാണം നടത്തണം എന്ന് നമ്മുടെ നികേഷ് പറഞ്ഞു. അതെ, അല്ലെങ്കിൽ ആ കല്യാണം നടക്കുന്ന ദിവസമെങ്കിലും ഇവിടെ ഒരു പന്തൽ കെട്ടി കല്യാണം നടത്തണമെന്ന് നമ്മുടെ ഹരീഷ് പറഞ്ഞു. അതെ, അതാണ് പഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് നികേഷും പറയുക. പക്ഷേ അതിനാദ്യം പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? അപ്പോഴും ഇത് നടക്കാതെ പോയതിൻ്റെ കാരണം സുഭാഷേനോട് പറയേണ്ടി വരില്ലേ എന്ന് സുധീഷ് ചോദിച്ചു. അതൊക്കെ നമുക്ക് പിന്നീട് പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ആദ്യം കുട്ടിയെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഞാനേ കുറച്ച് പ്രൊഫൈൽസ് മുന്നേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സുഭാഷിന് വേണ്ടുന്ന പെൺകുട്ടിയെ വീണ്ടും നോക്കുക. അങ്ങനെ ഏതോ ഒരെണ്ണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിധി അതും എടുത്ത് പുറത്തേക്ക് പോയി.
അപ്പോൾ നമ്മൾ ഏട്ടത്തെപ്പറ്റി നല്ലത് പറയുന്നത് അസൂയ കൊണ്ട് എഴുന്നേറ്റ് പോയതാണോ ഈ സുധീഷ് ഏട്ടൻ എന്നിങ്ങനെ പറയാ. സുധീഷ് എഴുന്നേറ്റ് പോയപ്പോൾ എടാ നമ്മൾ അങ്ങേരെ പറ്റി നല്ലതൊന്നും പറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഏറ്റുപോയതെന്ന് ഹരീഷ് അന്നേരം പറഞ്ഞു. അപ്പോൾ നിധി പുറത്ത് പോയി നിന്നു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുധീഷ് എന്നിട്ട് നിധി എന്ന് പറഞ്ഞു വിളിച്ചു. എന്താ നിധി, ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ സുഭാഷ് ഏട്ടന് വേണ്ടി പെണ്ണന്വേഷിക്കാനും കെട്ടിക്കാനും വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സുധീഷ് നിധിയോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ നിധി ഒന്നും മിണ്ടുന്നില്ല. വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ജോലി, വലിയ വലിയ കെട്ടിടങ്ങളുടെ ഡിസൈൻ, മികച്ച ഡിസൈനർക്കുള്ള പുരസ്കാരം. അപ്പോൾ സുധീഷ് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കണമെന്നില്ല, ഞാനതൊന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ അതിനുള്ള മാർഗം ഒന്ന് ആലോചിച്ചുകൂടെ? അല്ലാതെ ഈ വീട്ടിലുള്ള ആൾക്കാരുടെ ജീവിതം നന്നാക്കാൻ നടന്നാലേ അതിനെ നേരം കാണുകയുള്ളൂ എന്ന് സുധീഷ് നിധിക്ക് ഒരു വാണിംഗ് പോലെ പറയാം. കാര്യം നടക്കാനും പോകുന്നില്ല, മെനക്കെട്ടതാണെങ്കിലോ വെറുതെ ആവുകയും ചെയ്യുന്ന കാര്യം സുധീഷ് നിധിയോട് പറയാം. ഇയാളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊന്നും ഞങ്ങൾക്ക് വേണ്ടി തൊലച്ച് കളയാനുള്ളതല്ല കേട്ടോ എന്നും സുധീഷ് നിധിയോട് പറഞ്ഞു. ഈ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തലച്ചിടേണ്ട ആളും അല്ല കേട്ടോ നിധി. അത് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാമെന്നും സുധീഷ് നിധിയോട് പറയാം. ഞാൻ ഇയാളോടൊപ്പം നിന്നതേ ആ ഒരു സ്വപ്നങ്ങളിലേക്കുള്ളൊരു വഴികാട്ടിയായിട്ടാണ് കേട്ടോ എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞു. നിധി അത് മറന്നാലും ഞാനത് മറക്കില്ല എന്നും സുധീഷ് നിധിയോട് പറയുമ്പോൾ നിധി ഒന്ന് ചിരിച്ചു. ഈ എല്ലാം തീർത്തിട്ടത് ആലോചിക്കാൻ നിന്നാലേ എപ്പോഴും അത് മാറ്റിവെക്കാനേ നേരം കാണുകയുള്ളൂ കേട്ടോ എന്നും സുധീഷ് പറയുന്നു. അത് മറക്കരുത് കേട്ടോ എന്നും സുധീഷ് നിധിയോട് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് അങ്ങ് പോയി. സുധീഷിനൊരു തൃപ്തി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന നമ്മുടെ സുഭാഷ് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നികേഷ് വന്നിട്ട് വെണ്ടയ്ക്ക് എന്തിനാ ഇങ്ങനെ വറക്കുന്നതെന്ന് ചോദിച്ചു. ഉപ്പേരിക്കാണോ? എടത് വറക്കുമല്ല, വാട്ടിയെടുക്കുക സാമ്പാറിന്. അപ്പോൾ മറ്റു പച്ചക്കറികൾ കൊപ്പി ചെയ്തിട്ട് കഴിഞ്ഞത് വേവില്ലേന്ന് ചോദിച്ചു. വേവും, പക്ഷേ വെണ്ടയ്ക്ക ഉടഞ്ഞു പോകും, പിന്നെ ഒരു കൊഴുപ്പും കാണുമെന്നേ. ഇത്തിരി വാട്ടിയിട്ടാലേ നല്ല ഭംഗിയിൽ പച്ച നിറത്തിലങ്ങ് കിടന്നോളൂ എന്ന് സുഭാഷ് പറയുക. അപ്പം സുധീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈൽ നോക്കിയടാ, ഹരി ഇത് നോക്കിയടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നിധി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു, ഒരു ചിരിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചേട്ടനെ ഇനിയും കൂടെ വഴക്കുണ്ടാക്കുന്നത് കേട്ടപ്പോൾ നിധിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. അവളുടെ മുന്നിൽ വെച്ച് എന്നെ കുരങ്ങാന്ന് വിളിച്ചെന്തിനാ, തലയിൽ അടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് ഞാൻ മുഖത്തടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തടിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുക. അപ്പോൾ നമ്മുടെ നിധി ചെന്ന് തുണിയൊക്കെ കഴുകി ഉണക്കാനായിട്ടിരുന്നു. അപ്പോൾ അച്ഛൻ ഉമ്മറത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. നിധി ഇങ്ങനെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് കുളി കഴിഞ്ഞിട്ട് നമ്മുടെ നിധി അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ മോളെ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു സുഭാഷ്. എന്ന് പറഞ്ഞു. എടാ കപ്പിങ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് നിധിക്ക് ചായ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പം സുഭാഷ് ഏട്ടനാണ് രാവിലെ എല്ലാം ചെയ്യുന്നത്, പിന്നെ ഞാനെന്താ മോളെ ചെയ്യേണ്ടതെന്ന് സുഭാഷ് നിധിയോട് ചോദിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അടുക്കളയിലിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ഞാൻ അങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധീഷ് ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ എടാ മതി എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് കൂടുതലങ്ങ് ഓവറാക്കരുതേ, അപ്പോൾ ഓവറാകുന്നതൊന്നും താനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. താനെന്നോ ആഴ്ചൻ്റെ പലയും താഴെ ഇടുമെന്ന് പറഞ്ഞ സുധീഷും ഹരീഷും കൂടെ ഉടക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും. അപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ അടിയായോ? ഇപ്പോഴല്ലേ ചിരിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാനങ്ങ് പോയതൊന്ന് നിധി വന്ന് ഇവരോട് ചോദിക്കും. അപ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു ചായയായിട്ട്. എടാ നാണമില്ലടാ നിനക്കൊക്കെ, ഇവന്മാർക്ക് ഇത് തന്നെയാണ് ശീലമെന്നും സംസാരം എപ്പോഴും അടിയായിട്ട് മാറുന്നത് ആർക്കും അറിയില്ല എന്ന് സുഭാഷ് പറയുക. എന്നിട്ട് ചായ ഇവന്മാർക്ക് കൊണ്ടേ കൊടുത്തു. അങ്ങനെ ഇവന്മാർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് ചായ കൊടുത്തില്ല എന്ന് പറയും. ഇന്ന് ഞാൻ കൊടുക്കാം, അല്ലെ തന്നെ എന്നോട് കെറിവിച്ചിരിക്കുക, ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി ചായ എടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അച്ഛനെ സമാധാനിപ്പിക്കാൻ പോകുവാണെന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു. അപ്പോൾ അങ്ങേര് ദേഷ്യപ്പെട്ട നിനക്ക് എന്താണെന്ന് നിധിയോട് സുധീഷ് ചോദിക്കും കേട്ടോ. അപ്പോൾ നിധി ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. സുധീഷ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എടാ ഒന്നും ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛനല്ലേടാന്ന് ചോദിച്ചു സുഭാഷ്. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സുധീഷ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. നിധി അച്ഛന് ചായ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. ചായ എന്നും പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പോൾ അച്ഛൻ നേരെ പോയി നോക്കുന്നില്ല, തിരിഞ്ഞിരിക്കുക, കെറിവിച്ച് തന്നെ ഇരിക്കുക. എന്നോട് ദേഷ്യമാണോ എന്ന് നിധി അച്ഛനോട് ചോദിച്ചു. ഇപ്പം എന്താ? അല്ല, ഇന്നലെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എന്തായാലും സ്വന്തക്കാരല്ലേ അച്ഛാ, എല്ലാവരും കൂടെ ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കും എന്നാണ് കരുതിയത്, അങ്ങനെ പറ്റിപ്പോയതാ. അച്ഛൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് നിധി പറയാം. സോറി എന്നൊക്കെ അച്ഛനോട് ഇങ്ങനെ നിധി സോറി പറഞ്ഞപ്പോൾ വലിച്ച വീടിയൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിങ്ങിതാ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ ഇന്ന് ചായ മേടിച്ച് കുടിക്കുക. നിനക്ക് വേണ്ടി ഞാൻ 2-3 വട വാങ്ങിച്ചായിരുന്നു എന്ന് അച്ഛൻ നിധിയോട് പറയട്ടോ. വളയല്ല വട മനസ്സിലായോ? അപ്പോൾ സുഭാഷ് ഇത് വന്ന് കണ്ടു. സുഭാഷിന് സന്തോഷമായി. നിധി ആ വട ഇങ്ങനെ മേടിച്ചിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക. അതെ, ഒറ്റയ്ക്ക് നിന്നാൽ മതിയോ, മാന്യന്മാർക്ക് കൊടുക്കണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ നിധി കൊണ്ടുവന്ന് എല്ലാവർക്കും വട കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ താനത് കഴിക്കുമെന്ന് ചോദിച്ചു. അതെന്താ? അച്ഛൻ തന്നതാ, അത് കുഴപ്പമില്ല. അച്ഛൻ പിണക്കമൊക്കെ മാറ്റിയോ? മാറ്റി. എടോ മാട്രിമോണിയുടെ കാര്യം നമുക്ക് പറയണ്ടേന്ന് ചോദിച്ചു. അതെ ഞാൻ മറന്നുപോയി, പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വരെ നിൽക്കുക. അതെ,
നമുക്കൊരു കുട്ടിയെ കാണാൻ പോയാലോ എന്ന് ചോദിച്ചു. അതെന്തിനാ, നമ്മൾ നേരത്തെ ഒരു കുട്ടിയെ കണ്ടതല്ലേ എന്ന് ചോദിച്ചു സുഭാഷ്. ആ കുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചാണല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ, അല്ല ആ പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല സുഭാഷ് ഏട്ടാ അന്ന് നികേഷ്. അതെന്താ, എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടമായില്ല അത്ര തന്നെ. മനസ്സിലായി, എന്തുകൊണ്ടാണെന്നാ ചോദിച്ചതെന്ന് സുഭാഷ്. അത് പിന്നെ മഹേഷേട്ടൻ പറയും, അല്ല ഹരീഷേട്ടൻ പറയും. അതെ അത് തന്നെ, എനിക്കും ആ കുട്ടി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല എന്ന് ഹരീഷ്. പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് സുധീഷ് അടിക്കേറി. അതെ ആ പെണ്ണ്, അതെ അവൾക്ക് ടെമ്പറിന് എന്തോ കൂടുതലാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം ഈ വീട്ടിലും നാട്ടിലും ജോലി സ്ഥലത്തും എല്ലാം ഭയങ്കരമായിട്ട് ചൂടാകുന്ന ഒരു ടൈപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്ഥലത്ത് നിന്ന് പിരിച്ചു വിട്ടത് വരെയാണെന്നൊക്കെ പറഞ്ഞു. അതും ഈ ദേഷ്യം കാരണം എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ ഉയ്യോ എന്ന് പറഞ്ഞു ഇവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുക. സുധീഷ് ഏട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് നുണ പറയുന്നത് കേട്ട് ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അല്ലേടാന്ന് നികേഷിനോട് ചോദിച്ചപ്പോൾ അതെ അതെ എന്നും പറഞ്ഞു നികേഷ്. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ നിന്ന് തലയായിട്ടോ. സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ പെണ്ണായിരിക്കില്ലെന്ന് അർത്ഥമാലടാ എന്നൊക്കെ സുധീഷ്. അപ്പം എന്താടാ 2 വട്ടം ഇങ്ങോട്ട് വിളിച്ചാൾ പിന്നെ വിളിക്കാതായപ്പോഴേ എനിക്ക് അറിഞ്ഞൂടെ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതെന്ന് സുഭാഷ്. അല്ല സുഭാഷ് ഏട്ടാ സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ സുധീഷേ, എന്നാൽ ഇമ്മാതിരി ഇൻസ്റ്റൻറ്റ് കള്ളനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് സുധീഷിനോട് നിധി പറഞ്ഞു. എന്ത്, അല്ല അത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നുണകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ. അത് പിന്നെ അതുകൊണ്ട് ഇപ്പം എന്താ സുഭാഷ് ചേട്ടനെ വിഷമിപ്പിക്കാത്ത കാര്യം ഡീൽ ചെയ്തില്ലേ എന്ന് സുധീഷ് പറഞ്ഞപ്പം ഇൻസ്റ്റൻറ്റ് കള്ളൻ കൊള്ളാം നല്ല പേരെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുക. അപ്പോഴത്തേക്കും സുഭാഷ് പിന്നെ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വരിക. അപ്പം നിധി സുഭാഷ് ചേട്ടാ അതെ അപ്പം നമുക്ക് പെൺകുട്ടി അന്വേഷിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ആവാ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് പോയി. അങ്ങനെ ഇവർ സന്തോഷമായിട്ട് നിൽക്കുക. പിന്നെ അടുത്ത പെണ്ണിനെ കാണുന്ന കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് സുധീഷും ഹരീഷും കൂടെ വീണ്ടും അടി. അപ്പം നിധിയാണ് ഇവരുടെ വഴക്ക് അവസാനിപ്പിച്ച് ഒരു പരുവായി. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോരും. അപ്പോഴത്തേക്കും നമ്മുടെ സുനന്ദയും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നു. സുനന്ദയെ കണ്ടപ്പോൾ നിധി അങ്ങോട്ടേക്ക് ചെന്നു. നിധി അന്നേരം സുനന്ദയെ കണ്ടു. 2 പേരും കൂടെ കണ്ട് സംസാരിക്കുക കേട്ടോ. സുനന്ദയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ദിവസം അമ്പലത്തിൽ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഊവാന്ന് പറഞ്ഞു. അമ്പലത്തിൽ വഴിപാടുണ്ട് എനിക്കും അമ്മയ്ക്കും എന്നും സുനന്ദ നിധിയോട് പറയാം കേട്ടോ. പിന്നെ അമ്മ എൻ്റെ കല്യാണം നടത്താനും ഞാനത് മുടക്കാനുമാണെന്ന് സുനന്ദ നിധിയോട് പറയണു. ഇത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടം. അമ്മ വന്നിട്ടുണ്ട്, പുറത്ത് വഴിപാട് കണ്ടറിൻ്റെ ഒരിക്കൽ നിൽക്കുകയാണെന്ന കാര്യം സുനന്ദ പറയാം. നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു നിധി, സോറി കേട്ടോ എന്ന് നിധിയോട് സുനന്ദ പറയണു. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ആകെ നാണക്കേടും വിഷമമായി. ഞാൻ കുറേ കരഞ്ഞു, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സുനന്ദ ഇങ്ങനെ നിധിയോട് ചോദിക്കാം. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്ന് ശ്രമിച്ച് നോക്കിയെന്നേ ഉള്ളൂ എന്ന് നിധി ഇങ്ങനെ പറയുക. അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ട് അവരങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.